വെക്കുമ്പോൾ ഇതുപോലെയൊക്കെ വെക്കണം. അല്ലാതെ ജയിച്ച ഒരു കുഴിമന്തി തോറ്റാൽ ഒരു മുട്ടപ്പപ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇടുന്നവരോടാണ്. ശരിക്കുമുള്ള ബെറ്റിംഗ് മാർക്കറ്റിംഗ് ഒക്കെ എന്താണെന്ന് കാണിച്ചെന്നൊരു സംഭവം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ കാര്യത്തിലോട്ട് കിടക്കുന്ന മുമ്പ് ഭൂരിഭാഗം ആളുകളും ഈ വീഡിയോ കാണുന്ന ആളുകൾ അക്കൗണ്ട് ഫോളോ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സോഷ്യൽ മീഡിയ റിലേറ്റഡ് ആയ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചാൽ വർത്തായിരിക്കും. അപ്പം ഇന്നലത്തെ അതായത് 2026 ഫിഫ വേൾഡ് കപ്പിലെ ആവേശം നിറഞ്ഞ ഇംഗ്ലണ്ട് നോർവേ മാച്ചുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഈ ഒരു ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിന് മുന്നോടിയായിട്ട് സോഷ്യൽ മീഡിയ മൊത്തം ഞെട്ടിച്ച ഒരു ഇൻസിഡന്റ് ഉണ്ടായത് എന്താണെന്നല്ലേ, ബ്രിട്ടീഷ് എയർവേസും നോർവീജിയൻ എയർലൈൻസും തമ്മിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫ്രണ്ട്ലി ഫൈറ്റ് നടന്നു. വെറ്റിതായിരുന്നു, ഏത് രാജ്യം തോൽക്കുന്നു ആ രാജ്യത്തെ ഒഫീഷ്യൽ എയർലൈൻസ് കമ്പനി മറ്റേ കമ്പനിയുടെ ലോഗോ സ്വന്തം പ്രൊഫൈൽ പിക്ചർ ആക്കണം. അത് വെറുതെ ഒരു കമന്റ് ബോക്സ് ചലഞ്ച് ആയിട്ട് എല്ലാവരും നടത്തിയത്. നോർവീജിയൻ എയർലൈൻസ് നേരിട്ട് ലണ്ടനിലെ ബ്രിട്ടീഷ് എയർവേസിന്റെ ഹൈക്കോർട്ടേഴ്സിലൊക്കെ പറഞ്ഞെത്തിയിട്ട് അവിടുന്ന് കൈ കൊടുത്തിട്ടൊക്കെയാണ് ഈ ഒരു ഡീൽ സൈൻ ചെയ്തത്. ഒടുവിൽ കളി കഴിഞ്ഞപ്പോൾ നോർവേ തോറ്റു. പക്ഷെ അവർ പറഞ്ഞ വാക്ക് പാലിച്ചിട്ട് ബ്രിട്ടീഷ് എയർവേസിന്റെ ലോഗോ സ്വന്തം ഒഫീഷ്യൽ അക്കൗണ്ടിന്റെ പ്രൊഫൈൽ പിക്ചർ ആക്കി മാറ്റി. നിങ്ങൾ ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നതായിരിക്കും. ശരിക്കും രണ്ട് കമ്പനികളുടെ മാർക്കറ്റിംഗ് ടീമിന് ഒരു വലിയ കയ്യിൽ തന്നെ കൊടുക്കണം. കാരണം ഇന്നത്തെ കാലത്ത് അറ്റൻഷൻ ആണ് സോഷ്യൽ മീഡിയയുടെ കോർ എന്ന് നമുക്കൊക്കെ അറിയാം. അപ്പോൾ ഈ ഒരു കോടികൾ മുടക്കാതെ ആ ഒരു അറ്റൻഷൻ എങ്ങനെ സ്വന്തമാക്കാമെന്ന് കാണിച്ചു തന്ന 2026 തന്നെ മാസ്റ്റർ ക്ലാസ് ആയിട്ടുള്ള ഒരു ബ്രാൻഡിംഗ് ആക്ടിവിറ്റിയാണത്. പല പുതിയ ബ്രാൻഡുകളും ബിസിനസ്സുകളൊക്കെ ഇപ്പോൾ ഒന്ന് ചിന്തിക്കുന്നത് എന്താ അറിയോ, മാസത്തിൽ ഒരു 16 പോസ്റ്ററോ അല്ലെങ്കിൽ 4 റീലോ 5 റീലോ കിട്ടി കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് അവിടെ തീർന്നു എന്നുള്ളതാണ്. ബ്രാൻഡ് വളരുമെന്നൊക്കെയാണ് അവർ കരുതുന്നതെന്നുണ്ടെങ്കിൽ ഓർക്ക് പരമ്പരാഗത രീതികളുടെ കാലൊക്കെ കഴിഞ്ഞു. ഇനിയുള്ള കാലത്ത് വെറും ബോറിംഗ് പരസ്യങ്ങൾ മാത്രം ചെയ്തിട്ട് ലക്ഷങ്ങൾ കളഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇന്നത്തെ ഈ ഒരു ഡിജിറ്റൽ യുഗത്തിൽ ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റണമെന്നുണ്ടെങ്കിൽ ഔട്ട് ഓഫ് ദി ബോക്സ് ആയിട്ട് തിങ്ക് ചെയ്യണം നമ്മൾ. അപ്പോൾ ഈ ഔട്ട് ഓഫ് ദി ബോക്സ് എന്നൊക്കെ പറയുമ്പോൾ ഈ റിയൽ വേൾഡിൽ നടക്കുന്ന ഇവന്റുകൾ, അതായത് വലിയ വലിയ മാസ് ഇവന്റുകളൊക്കെ, ഈ ഫിഫ വേൾഡ് കപ്പ് പോലുള്ള മാസീവ് ഗ്ലോബൽ ഹൈപ്പുകളൊക്കെ കൃത്യമായിട്ടുള്ള ടൈമിങ്ങിൽ നമ്മുടെ ബ്രാൻഡിലോട്ട് എങ്ങനെ കണക്ട് ചെയ്യാൻ നമ്മൾ പഠിക്കണം. അപ്പോൾ ഇതിനൊക്കെയാണ് ന്യൂസ് ഹൈജാക്കിങ് അല്ലെങ്കിൽ റിയൽ ടൈം മാർക്കറ്റിംഗ് എന്നൊക്കെ പറയുന്നത്. മാർക്കറ്റിംഗിൽ ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ 2 പരസ്യങ്ങൾക്കായിട്ട് ഈ 2 ബ്രാൻഡുകൾ കാര്യമായിട്ടൊന്നും ചെലവാക്കിയിട്ടില്ല, വാരി എന്നിട്ടൊന്നുമില്ല പൈസ. പക്ഷേ ഇന്നലത്തെ ഒരൊറ്റ ഫ്രണ്ട്ലി ഫൈറ്റിലൂടെ അവർ നേടിയെടുത്തത് ലോകം മുഴുവൻ മാധ്യമങ്ങളുടെയും ദശലക്ഷക്കണക്കിന് ഫുട്ബോൾ ആരാധകരുടെയൊക്കെ ഫ്രീ ആയിട്ടുള്ള അറ്റൻഷനും വിസിബിലിറ്റിയാണ്. ആളുകൾക്ക് ബ്രാൻഡുകൾ അറിയാനും അവരോട് കൂടുതൽ ഇമോഷണൽ കണക്ഷൻ ഉണ്ടാക്കാനൊക്കെ ഇങ്ങനത്തെ തന്ത്രങ്ങളിലൂടെ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫുട്ബോൾ കാണുന്ന ഫ്രണ്ട്സിനും മാർക്കറ്റിംഗിൽ വർക്ക് ചെയ്യുന്ന ഫ്രണ്ട്സും ബിസിനസ് ഓണേഴ്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട.